So dear student, in the last few sessions we have discussed how to derive the thermodynamics of a given system considering it as a member of the canonical ensemble, and we have seen that the thermodynamics of the system can be easily evaluated from the canonical partition function represented by Z or Q. In this short session, we will be comparing the recipe, the methodology for the microcanonical ensemble and that for the canonical ensemble. So we will be having a comparison of the recipe. You know, okay, by recipe we mean the step-by-step procedure or the sequence of procedures that we have to adopt or keep in mind while trying to analyze the thermodynamics of a system using microcanonical ensemble or canonical ensemble. So there is a comparison. Okay, and I think this comparison will give you a broad outlook regarding what actually we are doing in statistical mechanics by ensemble formalism. പറഞ്ഞു വന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ മൈക്രോ കനോണിക്കൽ എൻസംബിൾ ഫോർമാലിസവും അതോടൊപ്പം തന്നെ കനോണിക്കൽ എൻസംബിൾ ഫോർമാലിസവും അതിൻ്റെ കോർ കോൺസെപ്റ്റുകൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് എൻസംബിൾ ഫോർമാലിസം ഉപയോഗിച്ചുകൊണ്ട് ഒരു സിസ്റ്റത്തെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനുവേണ്ടി കൈക്കൊള്ളുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ രണ്ട് മെത്തേഡും എങ്ങനെയാണ് നമ്മളെ തെർമോഡൈനാമിക്സിലേക്ക്, സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സ് മനസ്സിലാക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായ ബോധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് മേ ബി ദിസ് കമ്പാരിസൺ വിൽ ഹെൽപ്പ് അസ്. ഓക്കെ, സോ ഇറ്റ് വിൽ ഗിവ് യു മോർ ഇൻസൈറ്റ് റിഗാർഡിംഗ് വാട്ട് ആക്ച്വലി are we doing in ensemble formalism. So let's summarize what we have been doing in microcanonical ensemble, otherwise known as the NVE ensemble. So please recall that in microcanonical ensemble we regarded that the number of particles, the volume as well as the total energy of the systems are fixed. Okay, so they are all treated as what? Constants, right? Now നമ്മൾ തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ആദ്യം മൈക്രോ കനോണിക്കൽ എൻസംബിൾ ഫോർമാലിസത്തിൽ ആദ്യം നമ്മൾ ചെയ്തത് വി ഓൾവേസ് ട്രൈ ടു മെഷർ ഓർ ഇവാലുവേറ്റ് ഓർ കൗണ്ട്. വി കൗണ്ടഡ് ദ നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ് ഓഫ് ദ ഗിവൺ സിസ്റ്റം. ഏത് സിസ്റ്റമാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റിനെ എണ്ണുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ആദ്യം അഡോപ്റ്റ് ചെയ്യുക. ആൻഡ് വി റെപ്രസെൻറ്റഡ് the total number of accessible microstates of the system by one of these symbols. Either we used the symbol this omega, or I told you we can use the symbol gamma, or we can even use what symbol sigma. So all these symbols were used, or we can even use what W as the original symbol that is being used by Boltzmann's time. സോ ഇതിൽ ഏത് സിമ്പിൾ വെച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റുകളെ എണ്ണുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഓർമ്മയുണ്ടാവും, നമ്മൾ സിസ്റ്റത്തിൻ്റെ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റിനെ എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ടോട്ടൽ ആക്സസിബിൾ ഫേസ് സ്പേസ് വോളിയം, അല്ലേ? ടോട്ടൽ ആക്സസിബിൾ ഫേസ് സ്പേസ് വോളിയം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. അതിനെ ഒമേഗ ഈസ് ഈക്വൽ ടു, ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരുന്നത്, അല്ലേ? ഒമേഗ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ടോട്ടൽ ആക്സസിബിൾ ഫേസ് സ്പേസ് വോളിയം എന്ന് പറയുന്നത്? നമ്മളതിനെ വി ക്യു ഇൻറ്റു വി പി എന്ന് എഴുതുകയും ആൻഡ് വി ഡിവൈഡഡ് ബൈ ഫോർ ദ എൻ പാർട്ടിക്കിൾ സിസ്റ്റം വി ഡിവൈഡഡ് ബൈ ദ മിനിമം ഫേസ് സ്പേസ് വോളിയം ദാറ്റ് ഈസ് h raised to 3n ഫോർ എൻ പാർട്ടിക്കിൾ സിസ്റ്റം. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്നിട്ട് ഈ കിട്ടുന്ന ഒമേഗയെ ഓർക്കുക, നമ്മൾ ഈ കിട്ടിയ ഒമേഗയെ നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരുന്നു? വി റെപ്രസെൻറ്റഡ് ദിസ് ഒമേഗ, സോറി ദർ ഇസ് സം ട്രബിൾ വിത്ത് മൈ writing pen. This omega was represented, or it was expressed as a function of the macro state of the given system in microcanonical ensemble. That is, it was written or expressed as a function of NVE. നിങ്ങൾ ഗിബ്സ് പാരഡോക്സ് ഒക്കെ ഡിറൈവ് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്ത പ്രൊസീജിയർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതിയാവും. ഇനി ഒമേഗ കണ്ടുപിടിക്കുക എന്നുള്ള പറയുന്നതായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു എന്താണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. സോ thereafter after finding out omega and expressing it as a function of the macro state variable NVE, thereafter we went for calculating the entropy of the system by using the Boltzmann relation. Okay, so S is equal to, it is equal to kb log of the omega that we have calculated in the very first step. And of course this omega is a function of NVE. Omega NVE യുടെ function ആയതുകൊണ്ട് തന്നെ you can see that this S what you are getting here also will be, therefore S also will be a function of what? NVE. S നെ നമുക്ക് NVE യുടെ, അതായത് മൈക്രോ കനോണിക്കൽ എൻസംബിളിന്റെ മാക്രോ സ്റ്റേറ്റ് വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, നൗ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എസിൻ്റെ എൻ വിയുടെ തീർച്ചയായിട്ടും ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എൻട്രോപ്പി ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇനി ഈ എൻട്രോപ്പിയുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവുകൾ എടുത്തുകൊണ്ട് മറ്റ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടികളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, ഇവിടെ ഞാനത് കാണിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് എസ് എന്ന് പറയുന്ന എൻട്രോപ്പി അല്ലെ, എൻട്രോപ്പി എസ് okay, it's a function of what? EVN. ഞാൻ അതേ ഇക്വേഷൻ നമ്മൾ എഴുതുന്നുള്ളൂ, EVN or NVE, whatever it is, the order. So that is equal to K log K means KB, K log omega is a function of NVE, right? അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ഡെറിവേറ്റീവ്സ് എടുക്കാൻ പറ്റും. നിങ്ങൾ ഓർത്താൽ മതി, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്കറിയാം ആരൊക്കെയാണ് അതിൻ്റെ കോമ്പിനേഷൻസ് ഓർത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാവുന്നത്, നമ്മൾ ഫസ്റ്റ് ഓൾറെഡി വി ഹാവ് ഡൺ ഇറ്റ് ദെയർ, ഞാനിവിടെ എഴുതുവാണ്. നമുക്ക് അതിൽ നിന്ന് ടെമ്പറേച്ചർ കിട്ടും, അതുപോലെ വോളിയത്തിൽ നിന്നും പ്രഷർ കിട്ടും, അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ നിന്നും എന്ത് കിട്ടും, കെമിക്കൽ പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ, എനർജിയിൽ നിന്നും ടെമ്പറേച്ചറിലേക്ക് എത്താൻ പറ്റും, വോളിയത്തിൽ നിന്നും പ്രഷറിലേക്ക് എത്താൻ പറ്റും, അതുപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിളിൽ നിന്നും കെമിക്കൽ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതിനുള്ള കാരണങ്ങൾ നിങ്ങൾ ഓർത്താൽ മതിയാവും, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഐ തിങ്ക്. സോ നമ്മൾ ചെയ്തിരുന്നു. സോ ഹൗ യു ഗോട്ട് ദ ടെമ്പറേച്ചർ, വി ഗോട്ട് ദ ടെമ്പറേച്ചർ ബൈ ദ റിലേഷൻ 1/temperature ഈസ് ഈക്വൽ ടു ∂S by ∂E. നമ്മൾ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് സൂട്ടബിൾ ആയിട്ട് റീഅറേഞ്ച് ചെയ്തിട്ടാണ് ഈക്വേഷനിലേക്ക് എത്തിയത്. ∂S by ∂E, എസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. എസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ എനർജി വേരിയബിൾ എടുക്കുക. ഇത് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വിയും എന്നും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ V, N is kept a constant. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, വി ഗെറ്റ് വാട്ട്, ഇൻവേഴ്സ് ഓഫ് ദ ടെമ്പറേച്ചർ കിട്ടും, റൈറ്റ്? അതുപോലെ തന്നെ അടുത്ത പോസിബിലിറ്റി എന്താണ്, എസിൻ്റെ തന്നെ, എസ് ആണ് നമ്മുടെ ഫംഗ്ഷൻ, എസിൻ്റെ തന്നെ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വി യു ആയിട്ട് എടുക്കുക. അപ്പോൾ എന്തായിരിക്കും അത്, നമുക്ക് എടുത്ത് നോക്കാം. ∂S by ∂V, കീപ്പിംഗ് വാട്ട്, കീപ്പിംഗ് അതർ ടു വേരിയബിൾസ്, ദാറ്റ് ഈസ് E and N as a കോൺസ്റ്റന്റ്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ മാക്സ്വെൽ റിലേഷൻസ് ഒക്കെ പണ്ട് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ക്രോസ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, എനർജിയുടെ ഡയമെൻഷനിലേക്ക് എത്തുക. കാരണം നമ്മൾ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. DU = TdS - PdV + μdN. ഓക്കെ, സോ അവിടെ നിന്നാണ് ഇതെല്ലാം എടുത്തിരുന്നത്. DU അല്ലെങ്കിൽ DE = TdS. ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഓർത്തോണം. -PdV + μdN എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവുകളൊക്കെ ഡിഫൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ ഡി ആണ്. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ എനർജിയാണ്, ചേഞ്ച്, ഡിഫറൻഷ്യൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും റൈറ്റ് സൈഡിലുള്ള ഓരോ ടേമുകളും എന്തായിരിക്കണം, ഇതെല്ലാം എനർജി ഡയമെൻഷനുള്ള ടേമുകളായിരിക്കണം നമുക്കറിയാം. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ആരൊക്കെ തമ്മിലാണ് പെയർ ആയിരിക്കുന്നത്, ടിയുടെ കൂടെ എസ് ആണ് പെയർ ആയിരിക്കുന്നത്. സോ യു നോ ദാറ്റ് ടി ആൻഡ് എസ് വിൽ ബി ജസ്റ്റ് ഓൾവേസ് ഫോമിങ് എ പെയർ ഇൻ എവറി തെർമോഡൈനാമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. പിയും വിയും ആണ് പെയറപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, പ്രഷറും വോളിയവും ആയിരിക്കും തമ്മിൽ പെയറപ്പ് ആവുന്ന കോൺജുഗേറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആയിട്ട്. അതുപോലെ ഇവിടെ മ്യൂ എന്നും ആണ്. സോ മ്യൂ ആൻഡ് എൻ ഷുഡ് ബി കമ്പൈൻഡ് ടുഗദർ. മ്യൂ ആൻഡ് എൻ ആർ ഓൾസോ വാട്ട് കമ്പൈൻഡ്. കാരണം ഇവർ കമ്പൈൻ ചെയ്യപ്പെടുമ്പോഴാണ് എനർജിയുടെ ഡയമെൻഷനുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇക്വേഷൻസിൽ വരുന്നുണ്ടോന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നോക്കിക്കോളൂ, ഇക്വേഷനിൽ നോക്കൂ, ഇതാ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. സി ഇൻ ദ ഫസ്റ്റ് ഇക്വേഷൻ, സി ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതിയാവും. നിങ്ങൾ മാക്സ്വെൽസ് ഇക്വേഷനൊക്കെ പഠിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മൾ നോക്കിയതാ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ 1 × E, ഡി ഒന്നും നോക്കണ്ട, 1 × E എനർജിയാണ്. അപ്പോൾ നോക്കുക, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ നോക്കുക, T × S അല്ലേ വരുന്നത്, TdS. ദാ ഇവിടെ TdS എന്ന് പറഞ്ഞ ടൈം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ടിയും എസും എപ്പോഴും പെയർഡ് അപ്പ് ആയിരിക്കും ഇക്വേഷനിൽ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഇവിടെ S ആണ്, ഇവിടെ V ആണ് രണ്ടാമത്തെ ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരേണ്ടത്, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം
പി ഇൻറ്റു വി എന്ന് വരണം അല്ലേ, പ്രഷർ ഇൻറ്റു വോളിയം എന്നാണ് വരേണ്ടത്. സോ പി വി എന്നുള്ളതാണ് വരേണ്ടത്. സോ അവിടെ പി വരണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എസ് ഉണ്ട്, ഓക്കെ, ഡി എസ് എന്നുള്ള എസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പിയുടെ താഴെ എന്തുണ്ടാവണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി എസ് എന്ന് വരണ്ടേ, എല്ലാ എനർജി വരണം. സോ ഇവിടെ ഇൻ ദ ഡിനോമിനേറ്റർ വാട്ട് ഷുഡ് ബി ദർ ഷുഡ് ബി എ ടെമ്പറേച്ചർ. അപ്പോൾ ആ ടെമ്പറേച്ചറിന് വേണമെങ്കിൽ എനിക്കിവിടെ ഇൻറ്റു ടി എന്ന് എഴുതാം, ഓക്കെ, ഓർ ഐ ക്യാൻ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ്. സോ പി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി. ഈക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കാനുള്ള ഒരു മെത്തേഡ് പറയുന്നേ ഉള്ളൂ, എങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കെമിക്കൽ പൊട്ടൻഷ്യലിൽ നിന്നും എങ്ങനെ കെമിക്കൽ പൊട്ടൻഷ്യൽ കിട്ടാൻ നോക്കിക്കോളൂ. മ്യൂ ഈസ് ഈക്വൽ ടു ഓഫ് കോഴ്സ് പിന്നെ മ്യൂവിൻ്റെ കേസിൽ മേ ബി ഓക്കെ യു വിൽ ഗെറ്റ് ഇറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു minus, you can just check it by the same method, minus t into dou s by dou n, dou s by dou n, okay. അപ്പോൾ ടി ഡി എസ് അവിടെ ഒരുമിച്ച് വരണം. സോ മ്യൂ ഇൻറ്റു ഡി എൻ എന്നുള്ളത് വരും, ഓക്കെ. സോ ദാറ്റ് ഈസ് ദ തിങ്. അപ്പോൾ യു നോ വെൻ യു ആർ ഡൂയിങ് ദിസ് വൺ ദാറ്റ് ഇ ആൻഡ് വി ഷുഡ് ബി കെപ്റ്റ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോ കനോണിക്കൽ എൻസംബിളിൽ ഓക്കെ സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സിലേക്ക് പ്രോപ്പർട്ടിയിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻട്രോപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ് ഓഫ് ദ ഗിവൺ സിസ്റ്റം, ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഡൺ. Now let me come to the recipe for canonical ensemble. So for canonical ensemble നിങ്ങൾ നോക്കിക്കോളൂ, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലുണ്ടാവണം. കനോണിക്കൽ എൻസംബിൾ എപ്പോഴും ഓർക്കേണ്ടത്, കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത് ഒരു NVT എൻസംബിൾ ആണ് അല്ലേ. എന്താ അതിൻ്റെ മീനിങ് എന്തായിരുന്നു, ഓക്കെ, അവിടെ മാക്രോ സ്റ്റേറ്റ് ഓഫ് എവറി സിസ്റ്റം വിൽ ബി ഹാവിങ് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് നമ്പർ, കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് വോളിയം ആൻഡ് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ടെമ്പറേച്ചർ. അതായത് ഇവിടെ എനർജി എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല, എനർജി ഓഫ് ദ സിസ്റ്റം ക്യാൻ വേരി അല്ലേ. ആ എനർജി വേരി ചെയ്യാമെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്നു ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈസ് കൺസിഡർഡ് ടു ബി എ കോൺസ്റ്റന്റ് ദെയർ, ഓക്കെ. ഫോർ ദ ഗിവൺ സിസ്റ്റം ടെമ്പറേച്ചർ പിന്നെ മാറാം, ഓക്കെ. അപ്പോൾ നമ്മൾ എൻസംബിൾ എടുക്കുമ്പോൾ എൻസംബിളിലെ എല്ലാ സിസ്റ്റങ്ങൾക്കും എന്താ എല്ലാ മെമ്പേഴ്സിനും ഒരേ ടെമ്പറേച്ചർ ആണെന്നുള്ള അസംഷനിലാണ് പോകുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓക്കെ. സോ ഇനി നമ്മൾ ഒരു സിസ്റ്റത്തെ, നമുക്കൊരു സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. ആ സിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ എന്താ, സിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫിക്സ്ഡ് വാല്യൂ ഓഫ് എൻ, ഫിക്സ്ഡ് വാല്യൂ ഓഫ് വോളിയം ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഓക്കെ. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, മറ്റൊരു സമയത്ത് ഈ ടെമ്പറേച്ചർ വേറെ ഒന്നായിരിക്കാം. അപ്പോൾ നമ്മൾ മറ്റൊരു സിസ്റ്റം എന്ന് വിളിക്കാം, അല്ലെ സിസ്റ്റത്തിന് വേരിയേഷൻ സംഭവിച്ചെന്ന് പറയാം, ഓക്കെ. നൗ ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് എപ്പോഴും മനസ്സിൽ നേരത്തെ നമ്മൾ ചെയ്ത കമ്പാരിസൺ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, ഇവാലുവേറ്റ് ദ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. പ്ലീസ് ഓക്കെ pardon me about the spelling. First critical step in canonical ensemble is to evaluate the canonical partition function അല്ലേ. കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ സെഡ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനെ QNVT എന്ന് നമ്മൾ സാധാരണ എഴുതാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. QNVT എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി Q എന്ന് ഓർത്താൽ മതി. ബിക്കോസ് QNVT എന്ന് എഴുതുന്നതിന് കാരണം അത് NVT എൻസംബിളിൻ്റെ എന്താണ് ഓക്കെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് QNVT എന്ന് എഴുതുന്നത്. അപ്പോൾ ആദ്യം സിസ്റ്റത്തിൻ്റെ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈക്രോ കനോണിക്കൽ എൻസംബിളിൽ എന്താണ് ഉണ്ടായിരുന്നത്, നമുക്കറിയാം. അവിടെ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്, ആദ്യം നമുക്ക് ഒമേഗ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒമേഗ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അവിടെ. ഇവിടെ അതിന് പകരം എന്താണ്, പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്ത ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണ്. ഇനി ഓർക്കുന്നില്ലേ, സോ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് എ ഗിവൺ സിസ്റ്റം, Z ഈസ് ഈക്വൽ ടു okay, see that is sum over all states, R denotes the states, sum over all accessible microstates of the system, okay, taken e raised to minus beta ER. e raised to minus beta ER എന്ന് പറയുമ്പോൾ ബീറ്റ എന്താണ് അവിടെ, ബീറ്റ എന്ന് പറയുന്നത് 1/KT ആണെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ നോക്കണേ, ഇത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റത്തിൻ്റെ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നു. ആ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷനിൻ്റെ വാല്യൂവിൽ എന്തിനൊരു സ്വാധീനമുണ്ട്, സിസ്റ്റം ഏത് ടെമ്പറേച്ചറിലാണോ ഇപ്പോഴുള്ളത് ആ ടെമ്പറേച്ചറിൻ്റെ സ്വാധീനം ഈ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തുകൊള്ളാം, ഓക്കെ. സോ ഞാനിങ്ങനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പറയണം, ഇവാലുവേറ്റ് ദ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം at the പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഏത് ടെമ്പറേച്ചറിലാണോ നമ്മുടെ സിസ്റ്റം ഉള്ളത് ആ ടെമ്പറേച്ചറിലുള്ള സിസ്റ്റത്തിൻ്റെ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കും അറ്റ് ദ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഓക്കെ. സോ അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇനി അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഒരു മനസ്സിൽ ഓർത്ത് വെക്കുക, കനോണിക്കലിൽ ഒമേഗ കണ്ടുപിടിച്ചതിന് തത്തുല്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോ കനോണിക്കൽ ഒമേഗ കണ്ടുപിടിച്ചതിന് തത്തുല്യമായിട്ടാണ് നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്, സെഡ് അല്ലെങ്കിൽ
ക്യൂ ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിക്കുന്നത്. ഒന്ന്, അതാണ് ഒരു കമ്പാരിസൺ മനസ്സിൽ വെക്കേണ്ടത്. രണ്ടാമത്തേത് നോക്കണം, ഇവിടെ നോക്കുക എന്താണ് സ്റ്റെപ്പ്. ആഫ്റ്റർ ഫൈൻഡിങ് ഔട്ട് സെഡ്, you know, the next thing that you have done is calculating the Helmholtz free energy represented by A of the system. Using which relation? Using the equation A equal to minus KT log Z. അല്ലേ, ഈ ഇക്വേഷൻ നമ്മൾ മുന്നേ കഴിഞ്ഞ ലെക്ചറിൽ ഡിറൈവ് ചെയ്തിരുന്നു. ഓക്കെ, സോ വി വിൽ ബി യൂസിങ് ദ ഇക്വേഷൻ A is equal to minus KBT അല്ലെ KT log of Q. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ QNBT, which is nothing but equal to minus KT log of Z. log of Z. ഈ Z എന്ന് പറയുന്നത് Z will be a function of NVT. Z എന്ന് പറയുന്നത് NVTയുടെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഈ A എന്ന് പറയുന്നതും എന്തായിരിക്കും? Therefore, what about A? A also will be obtained as a function of what? NVT എന്നുള്ള കാര്യം ഓർക്കണം. A is also obtained as a function of what? NVT. അല്ലേ? അപ്പോൾ നോക്കണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സ്റ്റെപ്പാണ് നമ്മൾ മൈക്രോ കനോണിക്കൽ എൻസംബിളിൽ ചെയ്തത്? എ എന്ന് പറയുന്ന തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ മൈക്രോ കനോണിക്കൽ എൻസംബിളിൽ ചെയ്തത് എസ് എന്ന് പറയുന്ന എൻട്രോപ്പി കണ്ടുപിടിക്കലായിരുന്നു. ഓക്കെ, അപ്പോൾ എ എന്നുള്ള ഈ ക്വാണ്ടിറ്റിയുടെ തൽസ്ഥാനത്ത് സെയിം സ്റ്റാറ്റസ് ഉള്ള ക്വാണ്ടിറ്റി മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്തായിരുന്നു? എൻട്രോപ്പി ആയിരുന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വളരെ ഒരു വലിയ സിമിലാരിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ നോക്കിയാൽ എസ് കണ്ടുപിടിച്ച ഇക്വേഷൻ ഏതാണ്? ബോൾട്സ്മാൻസ് ഇക്വേഷൻ അല്ലേ? ബോൾട്സ്മാൻസ് ഇക്വേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് കെ ബി ലോഗ് ഓഫ് ഒമേഗ എന്നായിരുന്നു അല്ലേ? കെ ലോഗ് ഒമേഗ. ഇവിടെ നോക്കൂ, ഇവിടെ എസ് ഇക്വൽ ടു കെ ലോഗ് ഒമേഗ എന്ന് എഴുതിയ പോലെ തന്നെ എ ഇക്വൽ ടു എന്താണ്? ഇതാ നോക്കുന്നുണ്ടോ, കെ ഓഫ് ലോഗ്. ഓഫ് കോഴ്സ് ടി ഈസ് ദെയർ, ടെമ്പറേച്ചർ ഉണ്ട്. കാരണം ടെമ്പറേച്ചറിന് ഒരു വലിയ പ്രാധാന്യം എന്തുണ്ട്? NVT എൻസംബിളിലുള്ളതുകൊണ്ടാണ് ടെമ്പറേച്ചറും കൂടെ വന്നിരിക്കുന്നത്. എന്നാലും ഇവിടെ നോക്കിയിട്ട് കെ ലോഗ് എന്ന് പറയുന്ന അതേ സിമിലാരിറ്റി എന്താണ് നമുക്ക് രണ്ട് സ്റ്റെപ്പിലും ക്രൂഷ്യലായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കമ്പയർ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യം പ്രൊസീജിയറുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാനൊക്കെ വളരെ സഹായകമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ട് സ്റ്റെപ്പ് തമ്മിലൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ദാറ്റ് വിൽ ബി ഹെൽപ്പിംഗ്. നോക്കുന്നുണ്ടോ, എസ് ഈക്വൽ ടു കെ ബി. അപ്പോൾ നമ്മൾ എസിനെ കിട്ടി. എസിനെ EVN എന്ന് പറയുന്ന അതിൻ്റെ മൈക്രോ കനോണിക്കൽ എൻസംബിളിൻ്റെ മാക്രോ സ്റ്റേറ്റ് വേരിയബിളിൻ്റെ ടേംസിൽ എഴുതിയെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെലംഹോൾട്സ് ഫ്രീ എനർജിയെ NVTയുടെ ടേംസിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. വൈ? ബിക്കോസ് NVT ഈസ് ദ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് വിച്ച് ആർ റിമൈനിങ് കോൺസ്റ്റന്റ് ഇൻ ദ കേസ് ഓഫ് എ സിസ്റ്റം ഇൻ കാനോണിക്കൽ എൻസംബിൾ. ഇനി അടുത്ത കാര്യം വളരെ വ്യക്തമാണ്. എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം ഹെലംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ തെർമോഡൈനാമിക്സിലേക്കുള്ള ഒരു ബ്രിഡ്ജായി ആക്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ദ ഹെലംഹോൾട്സ് ഫ്രീ എനർജി ഈസ് ആക്ടിങ് ആസ് എ സ്യൂട്ടബിൾ thermodynamic potential which connects with the thermodynamics of the system. So അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയാം, ടേക്ക് ദ സ്യൂട്ടബിൾ ഡെറിവേറ്റീവ്. വേണ്ട ഡെറിവേറ്റീവ് എടുക്കണം. നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഡെറിവേറ്റീവ് എടുക്കണം. ഹൗ ടു ടേക്ക് ദ ഡെറിവേറ്റീവ്. Take the suitable derivative of the Helmholtz free energy. ഞാൻ HF എന്ന് എഴുതിയിരിക്കുന്നത് Helmholtz free energy ആണ്. That is A of the system with respect to the relevant parameters. ഏതാണോ എടുക്കേണ്ടത് അതിന് വെച്ചിട്ട് to obtain other thermodynamic properties of the system എന്നാണ്. അതായത് നമുക്കറിയാം A is a function of അല്ലേ? So A is a function of, A is obtained as a function of what? NVT ആയിട്ട് കിട്ടും. എന്താ കാരണം? Because we will be getting Z as a function of NVT. So what is that? It's equal to minus KBT log of Z. Z is a function of NVT ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, നമുക്ക് എയുടെ പാർഷ്യൽ ഡെറിവേറ്റീവുകളിൽ നിന്നും എന്തൊക്കെ ക്വാണ്ടിറ്റീസ് കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് കിട്ടാനുള്ള ചാൻസ് വ്യക്തമായിട്ട് അവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാം കോൺജുഗേറ്റ് ആയുള്ള പാർട്ടിക്കിൾസ് ക്വാണ്ടിറ്റീസ് കിട്ടുക. എന്നിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ആണ്. അപ്പോൾ നമുക്ക് മ്യൂ ഇൻറ്റു എന്നും ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നല്ലോ, എന്നും മ്യൂ ആണ് പേരപ്പ് ആവുക. ഓക്കെ, കാരണം മ്യൂ ഇൻറ്റു എൻ എന്ന് പറയുന്നതാണ് എനർജിയുടെ ഡയമെൻഷൻ. എ എന്ന് പറയുന്നത് ഹെലംഹോൾട്സ് ഫ്രീ എനർജിയാണ്. എയും ഒരു എനർജിയാണ് അല്ലേ? എയും എനർജി ആയതുകൊണ്ടാണ് എല്ലാ ടേമുകൾക്കും എനർജിയുടെ ഡയമെൻഷനുള്ള ടേമുകൾ. അപ്പോൾ വി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? വിയുടെ കോൺജുഗേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഏതാണ്? പെയർ ആരാണ്? ഫ്രണ്ട് ആരാണ്? വിയുടെ ഒരു കുളീഗ് അല്ലെങ്കിൽ ഒരു കോയിഫിഷ്യൻ്റ് ആയിട്ട് വരിക എപ്പോഴും പ്രഷർ ടൈം ആയിരിക്കും, PV അല്ല നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പിയും വിയും ആണ് വരിക. ടെമ്പറേച്ചറിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ കൂടെ വരാൻ പോകുന്ന ഏതാണ്? എൻട്രോപ്പിയാണ്. കാരണം TS, SDT, TDS എന്നൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ ഒരു താരതമ്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ത്രൂ ഔട്ട് ദ എൻറ്റയർ തെർമോഡൈനാമിക്സ് ഇവരൊക്കെ ആയിരിക്കും തമ്മിൽ എന്താവുക? പേഡപ്പ് ആവുക എന്ന് ഓർത്താൽ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്നും മറ്റേത് ക്വാണ്ടിറ്റിയാണ് കിട്ടുക എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. വിത്തൗട്ട് എനി കൺഫ്യൂഷൻ യു കൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇസ് ക്ലിയർ?
ഓക്കെ. സോ ഓഫ് കോഴ്സ് അപ്പോൾ ഇനി എന്താ കിട്ടുക? കെമിക്കൽ പൊട്ടൻഷ്യൽ എങ്ങനെ കിട്ടുക? കെമിക്കൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു മ്യൂ ഈസ് ഗിവൺ ബൈ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഇതൊക്കെ മുൻപ് ഡിറൈവ് ചെയ്തിരുന്നു. തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ഓവറിയോ തെർമോഡൈനാമിക്സിലെ ഈക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കിയാൽ മതി. ലെജൻഡർ ട്രാൻസ്ഫർമേഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് ഡോ എ ബൈ ഡോ എൻ കീപ്പിംഗ് വി ആൻഡ് ടി ആസ് എ കോൺസ്റ്റന്റ്, അതാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ. ഇനി എസ് എൻട്രോപ്പി എന്ന് പറയുന്നത് എസ് അല്ലേ. സോ എസ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? എസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ ടി എന്നാണ് കിട്ടുക. ആ മൈനസും പ്ലസും ഒക്കെ നിങ്ങളുടെ ഇക്വേഷനിൽ നോക്കിയാൽ മതി. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് നോക്കിയാൽ കിട്ടും. മൈനസ് ഡോ എ ബൈ ഡോ ടി. പ്രഷർ പി ഈസ് ഈക്വൽ ടു കിട്ടുക, പി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ എ ബൈ ഡോ വി ആണ്. മൈനസ് ഡോ എ ബൈ ഡോ വി ആണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ എസ് കിട്ടിയാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് സി പിയും സി വിയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. ഓക്കെ. സോ ഫ്രം എസ് നമ്മളിത് ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. നോക്കിയാൽ മതി. ഇതിന് മുമ്പിലത്തെ ലെക്ചർ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയസ് ക്വാണ്ടിറ്റീസ് ഇൻ കാനോണിക്കൽ എൻസംബിളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്. എസ് ഈസ് ഈക്വൽ ടു എന്താണ്? സി പി. എസിൽ നിന്ന് നമുക്ക് സി പി ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി, ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ളത് കിട്ടും. അതുപോലെ സി വി ഈക്വൽ ടു കിട്ടും. അതുപോലെ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതും കിട്ടും. So you can see that all the thermodynamical quantities can be derived by proper partial derivatives. Okay, so this is the recipe. Now before we conclude this session, let me tell you one more thing. Okay, that will be useful for you. നോക്കണം, നമ്മളിവിടെ മൈക്രോ കനോണിക്കൽ എൻസംബിൾ ഞാനിവിടെ എഴുതുവാണ്. മൈക്രോ കനോണിക്കൽ എൻസംബിൾ. സോ ലെറ്റ് ദാറ്റ് ബി ദെയർ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ ജസ്റ്റ് ഓൺ ദ അതർ സൈഡ് ലെറ്റ് മീ ഹാവ് കാനോണിക്കൽ എൻസംബിൾ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. സോ ഹിയർ യു ഹാവ് വാട്ട് ഈസ് നോൺ ആസ് ദ കാനോണിക്കൽ എൻസംബിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർത്തെടുത്താൽ മതി. മൈക്രോ കാനോണിക്കൽ എൻസംബിൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ എടുത്തത് വി ബിലീവ്ഡ് ഇൻ എ വെരി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ് അല്ലേ. മൈക്രോ കാനോണിക്കൽ എൻസംബിളിൽ എല്ലാ സിസ്റ്റത്തിൻ്റെയും എനർജി കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞത്. എൻസംബിളിൽ ഇ വി എൻ ആണ് അവിടെ മാക്രോ സ്റ്റേറ്റ്. ഇവിടെ എന്തായിരുന്നു? ടി വി എൻ ആണ് അതിൻ്റെ ഇസ് നോട്ട് ഓക്കെ. സോ എൻ വി ടി എന്ന് നമ്മൾ എഴുതുന്നത് ടി വി എൻ എന്ന് നമുക്ക് കൂടെ എഴുതാം അല്ലേ. എൻ വി ടി എന്ന് പറയുന്നത് അല്ലെ ടി വി എൻ. സോ ദിസ് ഈസ് ദ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കറക്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എനർജി എല്ലാ ഈ സിസ്റ്റത്തിലെ അല്ലേ, നമ്മുടെ എൻസംബിളിലെ എല്ലാ സിസ്റ്റത്തിനും ഒരേ എനർജിയാണ്. അതായത് ആ സിസ്റ്റങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്നുള്ളതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അസംഷൻ എന്ന് പറയുന്നത് ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റിയാണ്. ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഈ പറയുന്ന ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ആപ്ലിക്കബിൾ ടു സിസ്റ്റംസ് ഇൻ മൈക്രോ കനോണിക്കൽ എൻസംബിൾ. ഒരു മൈക്രോ കനോണിക്കൽ എൻസംബിളിലെ മെമ്പേഴ്സായ സിസ്റ്റങ്ങൾക്കാണ് നമ്മൾ ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം അവിടെ ആ എൻസംബിളിലെ എല്ലാ സിസ്റ്റങ്ങൾക്കും സെയിം എനർജി ആയിരിക്കും അല്ലേ. ബിക്കോസ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ എൻസംബിൾ ഷെയർ ദ സെയിം മാക്രോ സ്റ്റേറ്റ് എന്നാണ്, ബട്ട് ദേ ആർ ഇൻ ഡിഫറെൻറ്റ് മൈക്രോ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള ഈ എൻസംബിളിലുള്ള എല്ലാ സിസ്റ്റങ്ങളും എന്താണ്? ഒരേ എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരേ എനർജിയുള്ള എല്ലാ സിസ്റ്റങ്ങൾക്കും എന്തായിരിക്കും? ഒരേ എനർജിയുള്ള എല്ലാ സ്റ്റേറ്റുകൾക്കും അല്ലെ സിസ്റ്റങ്ങൾക്കും ഒക്കെ എന്തായിരിക്കും? തീർച്ചയായിട്ടും അവരുടെ എല്ലാ മൈക്രോ സ്റ്റേറ്റുകൾക്കും ഒരേ പ്രോബബിലിറ്റി ആണെന്നാണ് ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റി പറഞ്ഞു വയ്ക്കുന്നത്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ എല്ലാ ഓൾ മൈക്രോ സ്റ്റേറ്റ്സ് കറസ്പോണ്ടിങ് ടു എ ഗിവൺ മാക്രോ സ്റ്റേറ്റ് ആർ ഈക്വലി പ്രോബബിൾ അല്ലേ. ദാറ്റ് ഈസ് ഓൾ മൈക്രോ സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എല്ലാ മൈക്രോ സ്റ്റേറ്റുകളും ഓൾ മൈക്രോ സ്റ്റേറ്റ്സ് കറസ്പോണ്ടിങ് ടു എ ഗിവൺ മാക്രോ സ്റ്റേറ്റ് അതായിരുന്നല്ലോ നമ്മുടെ ഈക്വൽ എ പ്രയോറി പ്രോബബിലിറ്റിയുടെ അസംഷൻ. കറസ്പോണ്ടിങ് ടു എ ഗിവൺ മാക്രോ സ്റ്റേറ്റ് ആർ ഈക്വലി പ്രോബബിൾ എന്നാണ് ഇത് പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കണം, what is the total number of microstates? Total number of accessible microstates, number of accessible microstates in നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ്. ഞാൻ മ്യൂ സ്റ്റേറ്റ്സ് എഴുതുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ അതിനെ ഒമേഗ എന്നാണ് വിളിച്ചത്.
ഇനി ഈ ഒമേഗ എന്ന് പറയുന്നത് 100 ആണെന്ന് കരുത്. 100 അല്ല, ഒമേഗ ഈസ് ഗോയിങ് ടു ബി എ പ്രെറ്റി ലാർജ് നമ്പർ. ഐ എം ടേക്കിംഗ് ദ ടോയ് മോഡൽ വൺസ് അഗെയിൻ. ഓക്കെ, ഒമേഗ 100 ആണെന്ന് കരുതുക. ഈ ഈക്വലി പ്രയോറി പ്രൊബബിലിറ്റി പ്രകാരം ഈ 100 മൈക്രോ സ്റ്റേറ്റുകളിലെ ഏത് സ്റ്റേറ്റും ഈക്വലി പ്രൊബബിൾ ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊബബിലിറ്റി ദാറ്റ് our system is found in the rth state. നമ്മൾ നേരത്തെ പറഞ്ഞ കനോണിക്കൽ എൻസെമ്പിളാണ് നമ്മൾ ആദ്യം PR ഉപയോഗിച്ചത്. ഞാൻ അതേ PR എന്ന് പറയുന്ന സിമ്പിൾ എന്ത് ചെയ്യുന്നു, മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലേക്ക് ഉപയോഗിക്കുകയാണ്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് our system is found in the rth മൈക്രോ സ്റ്റേറ്റ്. rth മൈക്രോ സ്റ്റേറ്റിൽ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ദിസ് ഒമേഗ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. വൈ PR is equal to 1 by omega? ഒറ്റ കാരണമേ ഉള്ളൂ അല്ലേ? എന്താണ്? എല്ലാ മൈക്രോ സ്റ്റേറ്റുകളുടെയും പ്രോബബിലിറ്റി എന്താണ്? തുല്യമാണ്. കാരണം അവർക്കെല്ലാം ഒരേ എനർജിയാണ് ഉള്ളത് അല്ലേ? ഒരേ എനർജി ഉള്ളത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും ഏതൊരു മൈക്രോ സ്റ്റേറ്റിൻ്റെയും പ്രോബബിലിറ്റി തുല്യമാണ്. അപ്പോൾ ആകെ 100 മൈക്രോ സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു മൈക്രോ സ്റ്റേറ്റിലാവാനുള്ള സാധ്യത 1/100 ആയിരിക്കും അല്ലേ? അടുത്തതിൻ്റെയും 1/100 ആയിരിക്കും. മൂന്നാമത്തിൻ്റെ 1/100 തന്നെയായിരിക്കും. ഏതുപോലെ നമ്മൾ പറയുന്ന പോലെ എന്താണ്? ടോസിങ് ആൻഡ് അൺബയാസ്ഡ് കോയിൻ അല്ലേ? ഹെഡും ടെയിലും അല്ലേ? അപ്പോൾ ആകെ 2 മൈക്രോ സ്റ്റേറ്റേ ഉള്ളൂ, ഹെഡ് ആവുക ടെയിൽ ആവുക. അവയ്ക്ക് രണ്ടിനും തുല്യ പ്രോബബിലിറ്റി ഉള്ളതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നതും 1/2 ആണ്. പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ആ 2 എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ അതിനെയാണ് നമ്മൾ ഒമേഗ എന്ന് വിളിക്കുന്നത്. ഇസ് ക്ലിയർ ടു? അപ്പോൾ ഓർക്കുക, ഇൻ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എനി സിസ്റ്റം rth സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ ദ ഒമേഗ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് റിയൽ പ്രോബബിലിറ്റി ആണ്. ഓർക്കണേ. സോ ദിസ് PR ഈസ് ദ റിയൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ആൻഡ് ദിസ് ഒമേഗ വി കോൾഡ് അനദർ നെയിം. ദിസ് ഈസ് നോൺ ആസ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഇതിനെ നമ്മൾ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ കാര്യം ഓർക്കണേ, തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഈ PR എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള പ്രോബബിലിറ്റി ആണ്. ഹൂസ് ടോട്ടൽ വാല്യൂ സം ഓവർ ആർ PR എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും കേട്ടോ. സോ ദിസ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ആണ്. ഒമേഗ എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എപ്പോഴും നോർമലൈസ്ഡ് ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എപ്പോഴും നോർമലൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? സം ഓവർ ഓൾ സ്റ്റേറ്റ്സ് PR വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയുടെ 1 അല്ലേ? ഗെറ്റിംഗ് എ ഹെഡ് പ്ലസ് ഗെറ്റിംഗ് എ ടെയിൽ, ഇതിന്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി എന്ന് 1 അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ 1/2 എന്ന് കൊടുക്കുന്നത്, ഹെഡിനും ടെയിലിനും ഈക്വൽ പ്രോബബിലിറ്റി കൊടുക്കുന്നത്. മനസ്സിലായി വരുന്നു. പക്ഷേ ഇവിടെ ഒമേഗ എന്ന് പറയുന്ന ഒരു വലിയ നമ്പറാണ്. നമ്പർ ഓഫ് ആക്സിബിൾ മൈക്രോ അതൊരു വലിയ നമ്പറാണ്. അതൊരിക്കലും നോർമലൈസ്ഡ് അല്ല. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിന് പകരം നോക്കണേ, ഇതിന് പകരം കനോണിക്കൽ എൻസെമ്പിളിലേക്ക് വരുമ്പോഴുള്ള കാര്യമായ മാറ്റം എന്താ? കനോണിക്കൽ എൻസെമ്പിളിൽ നമുക്കറിയാം സിസ്റ്റങ്ങൾക്ക് എനർജി വേരിയിങ് ആണ്. ഈസ് വേരിയിങ്, എനർജി വേരിയിങ് ആണ്. എനർജി വേരിയിങ് ആണെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റേറ്റുകളെയും ഒരേപോലെ പരിഗണിക്കാൻ പറ്റുമോ? അല്ലേ? ഒരു ഹയർ എനർജി ഉള്ള സ്റ്റേറ്റും ലോവർ എനർജി ഉള്ള സ്റ്റേറ്റും മിഡിൽ എനർജി ഉള്ള സ്റ്റേറ്റും എല്ലാം ഒരേപോലെ ഓക്യുപ്പൈഡ് ആവണമെന്ന് പറയുന്നത് അന്യായമാണ്. ഒരേ എനർജി ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു എല്ലാവരെയും ഒരേപോലെ ഓക്യുപ്പൈഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ എനർജി ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, കനോണിക്കൽ എൻസെമ്പിളിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഓക്യുപ്പൈഡ് ആവാനുള്ള സാധ്യത ഒരിക്കലും എന്തായിരിക്കില്ല? തുല്യമായിരിക്കില്ല. ആ സാധ്യതയ്ക്ക് ആരുമായിട്ട് ബന്ധം ഉണ്ടാവണം? അതാത് സ്റ്റേറ്റുകളുടെ എനർജിയുമായിട്ടും ബന്ധം ഉണ്ടാവും. മാത്രമല്ല എന്താണ് പറഞ്ഞത്, ആ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റം ഏത് ടെമ്പറേച്ചറിലാണോ ഇരിക്കുന്നതിനോട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത് എന്താണ്, ഇവിടെ PR ഈക്വൽ ടു 1/ω കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് PR ഈക്വൽ ടു നോക്കണേ, എന്താ കിട്ടിയത്? PR ഈസ് ഈക്വൽ ടു കിട്ടിയത് എന്താണ്? 1/ω അല്ല. PR വാസ് ഈക്വൽ ടു e⁻⁻βER ഡിവൈഡഡ് ബൈ Z അല്ലെങ്കിൽ Q. ഇതിനെ ഞാൻ വീണ്ടും ഒന്നുകൂടെ എഴുതുവാണെങ്കിൽ e⁻⁻ER. അപ്പോൾ രണ്ട് ഇക്വേഷൻ്റെയും സ്റ്റേറ്റസ് നോക്കണേ, ഡിവൈഡഡ് ബൈ എന്താണ്? Z എന്ന് എഴുതാം. ഇത് കാണാൻ പറ്റുന്നില്ലേ? PR ഈസ് നൗ റിലേറ്റഡ് ടു ER ആൻഡ് ഓൾസോ PR ഈസ് റിലേറ്റഡ് ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ആൻഡ് Z ഈസ് ആക്ടിങ് എസ് എ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ഏതുപോലെ? ഈ ഒമേഗ പോലെ തന്നെ കണ്ടോ, ഈ ഒമേഗയുടെ അതേ റോളാണ് ഇവിടെ സെഡിന് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദ ഒമേഗ ഇൻ മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ ഈസ് വെരി സിമിലർ ടു Z ഓർ Q ഇൻ വാട്ട് കനോണിക്കൽ എൻസെമ്പിൾ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒമേഗയെ, സോ വി ക്യാൻ കോൾ ദിസ് ഒമേഗ ആസ് വാട്ട്? ദ മൈക്രോ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല.
microcanonical. So omega can be rightly called as what? Microcanonical partition function. Okay, microcanonical partition function. കാരണം രണ്ടിൻ്റെ റോൾ ഒന്ന് തന്നെയാണ്. നോക്കുക, ടോട്ടൽ പ്രോബബിലിറ്റി PR 1 ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡിനോമിനേറ്റർ മാത്തമാറ്റിക്കൽ റോളാണ് ഒമേഗയ്ക്കും ഇവിടെ നമ്മൾ കണ്ടതുപോലെ സെഡിനും ഉള്ളത്, സെഡ് അല്ലെങ്കിൽ ക്യൂവിനും ഉള്ളത്. അപ്പോൾ രണ്ടുപേരെയും നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ്, കാരണം ഈ PR-ന്റെ റോളാണ്. ഓക്കെ, ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആണ്, ഇവിടെ ന്യൂമറേറ്ററിൽ എന്താണ് e⁻⁻�ർ/KT ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് 1 വന്നത്? കാരണം ഇത് ഈക്വൽ പ്രയോറി പ്രോബബിലിറ്റി ഒബേ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം എല്ലാ സിസ്റ്റത്തിനും ഒരേ എനർജിയാണ്, അപ്പോൾ അവയെ കണ്ടുപിടിക്കാൻ അവയിലായിരിക്കാനുള്ള സാധ്യതകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ എനർജി വേരിയിങ് ആയതുകൊണ്ട് എനർജിയുമായും സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ടും ഒരു ബന്ധം, ഒരു എക്സ്പൊണൻഷ്യൽ ബന്ധമുള്ള രീതിയിലാണ് എന്തായിരിക്കുന്നത് നമ്മളുടെ പ്രോബബിലിറ്റി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർക്കാമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്താണ് മൈക്രോ കനോണിക്കൽ എൻസംബിളിൽ ആക്സസിബിൾ റീജിയനിൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്, പുറത്തെല്ലാം 0യും. ഇവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു e⁻⁻⁰ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. ഇവിടെ ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് നോക്കുക 1 എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആരുമായിട്ട് ബന്ധമുണ്ട്? e⁻⁻⁰ അതാ e⁻⁻⁰ അല്ലേ ഈ പറയുന്ന e⁻⁻⁵. അപ്പോൾ ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. സോ ദർ ഇസ് ആക്ച്വലി എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് just hidden inside all these equations. Try to when you get time at least. Okay, I wanted to tell you more, but okay, let's at least get the minimum thing out of these concepts. So that is about it. Correct? ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റും, ഒമേഗ ഇൻ, അതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്, ഒമേഗ ഇൻ മൈക്രോ കനോണിക്കൽ എൻസംബിൾ പ്ലേസ്, അങ്ങനെ വേണം പറയാം കേട്ടോ, പ്ലേസ് ദ സെയിം റോൾ, കോൺജുഗേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അനലോഗസ് എന്ന് പറയാം, സെയിം റോൾ ആസ് ദാറ്റ് ഓഫ് Z or Q, രണ്ട് സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ, Z or Q in what? In canonical ensemble. ഇത് മറന്നു പോകരുത്. കറക്റ്റ്? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൺക്ലൂഡിങ് ദിസ് സെഷൻ വിത്ത് ദ പാരലൽ ബിറ്റ്വീൻ ദ ടു ക്വാണ്ടിറ്റീസ്. വൺ ഈസ് omega should be treated as equivalent to what? Z. Omega should be treated as equivalent to Z. PR is equal to 1 by omega in microcanonical ensemble, which is PR is equal to എന്താണ് e⁻⁻�Er divided by Z in canonical ensemble. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ പാരലലാണ്, തമ്മിൽ കമ്പയർ ചെയ്യപ്പെടേണ്ടതാണ്. എസ് എന്ന് പറയുന്ന എൻട്രോപ്പിയുടെ അതേ റോളാണ് ആർക്ക്? ഹെലംഹോൾട്ട്സ് ഫ്രീ എനർജിക്ക് കാനോണിക്കൽ എൻസംബിളിൽ ഉള്ളത്. അതുപോലെ എസിൻ്റെതായ ഇക്വേഷൻ ഏതായിരുന്നു? എസിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു S=K log omega എന്നായിരുന്നു. ഓക്കെ, S=K log omega എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ ഇക്വേഷനാണ് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ എ ഉപയോഗിക്കുന്ന ഏത് ഇക്വേഷനാണ് നമ്മൾ മുൻപ് ഡിറൈവ് ചെയ്തത്? A= എന്താണ്? -KT log Z എന്നാണ്. അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻസും വളരെ സിമിലർ ആണ്. ഓക്കെ, so this is what I wanted to tell you actually, and in order to understand the meaning of this PR equation, which is known as the Boltzmann distribution equation or canonical distribution equation, okay, we will be attempting some problems. Okay, കാരണം പ്രോബ്ലംസ് ചെയ്താലാണ് നമുക്ക് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പിക്കുകളുടെയൊക്കെ റിയൽ കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. സോ ഐ വിൽ ബി ഡിവോട്ടിങ് maybe okay an hour, okay, ഏകദേശം ഒരു മണിക്കൂറോളം I will be devoting to do some standard problems which will help you to understand the concept better. Okay, I want to never skip that problem section. Okay, I want you to understand what actually we mean by all these equations. Okay, so problem session I will just upload it along with this particular video. Try to please go through it, go on reading it. Don't worry about how much you have to learn. Whatever you learn it well. Okay, the rest you can do. So I concluded by saying that canonical ensemble is the primary tool for practicing statistical mechanics. ഞാൻ പറഞ്ഞിരുന്നു മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്ന ഒരു ഐഡിയലൈസ്ഡ് എൻസംബിൾ ആണ്. ഓക്കെ, കാരണം ഒരു സിസ്റ്റത്തിൻ്റെയും നേച്ചറിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെയും എനർജി ഒരിക്കലും പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എൻസംബിൾ ഫോർമാലിസം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു എന്താണ് ടോയ് സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ ടോയ് എൻസംബിൾ ആയിരുന്നു എന്ന് പറയുന്നത് മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്ന് പറയുന്നത്. റിയൽ സിസ്റ്റംസിനെ നമ്മൾ മിക്കവാറും ഡീൽ ചെയ്യുക, റിയൽ സിസ്റ്റത്തൊക്കെ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ, കാരണം നമുക്കറിയാം ഏതൊരു സിസ്റ്റവും ഓക്കെ എന്താണ് നേച്ചറുമായിട്ടുള്ള സറൗണ്ടിങ്ങുമായിട്ടുള്ള ഒരു നിരന്തരമായ സമ്പർക്കം മൂലം മിക്കവാറും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് സിസ്റ്റം സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും.
സിസ്റ്റം വുഡ് ഹാവ് അച്ചീവ്ഡ് എ സ്റ്റേറ്റ് ഓഫ് വാട്ട് തെർമൽ ഇക്വിലിബ്രിയം. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്, ആ സിസ്റ്റത്തിനെ കനോണിക്കൽ എൻസംബിളിലെ ഒരു മെമ്പറായി കരുതിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് canonical ensemble, out of the 3 types of ensembles that we are learning, canonical ensemble is regarded as the primary tool, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഉപകരണമായിട്ട്, okay, primary tool for practicing statistical mechanics. Okay, even though in some specific problems or situations we will be using grand canonical ensemble, phase transition ഒക്കെ പഠിക്കുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആണെങ്കിൽ പോലും കനോണിക്കൽ എൻസംബിളിനെയാണ് നമ്മൾ ശരിക്കും ഒരു സുപ്രീം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. താങ്ക് യു.